സ്നേഹ കുറച്ചു ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. പക്ഷെ ഞാൻ ചെയ്യാതെ വെച്ചൊരു കോണ്ടന്റ് ആണ് ഈ അപ്സാക്കിയ റെജി. KSRTC ബസ്സിൽ ഒരു ചെങ്ങാതി അടുത്തിരുന്ന സമയത്ത് അത് വീഡിയോ എടുത്ത് അവർ ഷൂട്ട് ചെയ്ത് അവരുടെ പ്രൊഫൈലിട്ടു. ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഓബിയസ്ലി എല്ലാവരും കണ്ടു കാണും, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാനും ഇതിലൊരു വീഡിയോ കോണ്ടന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, അവർ കംഫർട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് അപ് ടു ഹെർ, അവരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ് അവർ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ വി റെസ്പെക്ട് ദാറ്റ്. ഇപ്പോൾ ഒരാൾ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് റെസ്പെക്ട് ചെയ്യണം ഒന്ന്. പക്ഷേ അവിടെ അത് അങ്ങനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. അതായത് അവരെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അവരെ ആ ഒരു വീഡിയോ എടുക്കേണ്ട രീതിയിലേക്ക് അവരെ കൊണ്ടുവന്നത് ആ വ്യക്തിയാണ് അല്ലേ. ആ വ്യക്തിയുടെ മുഖം അവർ കാണിക്കുന്നില്ല. അവർ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറയുന്നുണ്ട് ആ മുഖം കാണിച്ചത് കൊണ്ട് ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അയാളുടെ ഫാമിലി പരമായിട്ട് പ്രശ്നങ്ങൾ വരാതെ ലൈക്ക് അങ്ങനെ ഒരു ഇതുകൊണ്ട് അവരത് കാണിക്കുന്നില്ല എന്ന് പറയും. ആൻഡ് അവർ പറയുന്നു ഈ ഒരു സംഗതി എല്ലാവർക്കും തെളിവോട് കൂടി കാണിച്ചു കൊടുക്കണമല്ലോ. ലൈക്ക് ഇങ്ങനെ സംഭവിച്ച വെറുതെ വന്നിരുന്ന് പറഞ്ഞ ആരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. യെസ്, അതുകൊണ്ടാണ് വീഡിയോ എടുത്തതെന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ ആ വീഡിയോയിൽ ഓക്കെ, ഇതിപ്പോൾ അവർക്ക് ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കുമ്പോൾ വീഡിയോ എടുക്കണം, ഇതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വീഡിയോനകത്ത് കാണുന്നവർക്ക് തോന്നാം ഇതിലെന്താ കംഫർട്ട് കമ്മി, കാരണം ചെറിയ സീറ്റാണ് KSRTCൻ്റെ ഓൾറെഡി. ആണും പെണ്ണും കൂടി ഇരിക്കുന്ന സീറ്റിനകത്ത് വന്ന ഒരാൾ, ഇപ്പോൾ അത്രയും സീറ്റുകൾ ഒഴിവുണ്ടായിട്ടും അയാൾ അവിടെ വന്നിരുന്നു എന്നുള്ളതൊക്കെ അയാളുടെ ആ ഇൻറ്റൻഷൻ, ആ സമയം, അതൊക്കെ അപ്സയ്ക്കേ അറിയൂ. കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു പോയിന്റിൽ നമുക്കത് ഒട്ടും കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോക്ക് ഇത്രത്തോളം എന്ത് വന്നത്, നെഗറ്റീവ് വന്നത്. കാരണം കാണുന്നവർക്ക് അത് കണക്ട് ആയില്ല. വീഡിയോ ക്ലിപ്സിൽ ഒന്നും തോന്നുന്നില്ല. വീഡിയോ ക്ലിപ്പ് പ്രോപ്പർ ആയിട്ട് ആർക്കും കണക്ട് ആവാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം ബാക്ക്ലാഷ് വന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, അതും അവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം പ്രോപ്പറായിട്ട് ചോദിക്കുക, എന്തുകൊണ്ട് ഇത്രയും അൺകംഫർട്ടബിൾ ആയിട്ട് അവർ ഫീൽ ചെയ്തു, അവരതിൽ റിയാക്ട് ചെയ്തു, പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? ഇതായിരുന്നു എൻ്റെ ചോദ്യം. പോലീസ് കേസ് കൊടുക്കേണ്ടതല്ലേ? KSRTC എന്ന് പറഞ്ഞാൽ സർക്കാർ ബസ്സാണ്. അതിലെ കണ്ടക്ടറും അതിലെ ഡ്രൈവറൊക്കെ അവർ ഡ്യൂട്ടി ബൗണ്ടാണ്. അവരെന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ഫീമെയിലിന് വരുമ്പോൾ അവരെന്തായാലും നിങ്ങളെ കൂടെ നിൽക്കും. ഓക്കെ, ഇപ്പോൾ പലരും ഞാനിത് പറഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായി അങ്ങനെ പറയാൻ പറ്റില്ല, കേസ് കൊടുത്തിട്ട് നമുക്കൊന്നും ആവാത്ത സിറ്റുവേഷൻ. ഞാൻ പറയാം, കേരളത്തിൽ സ്ത്രീകൾ കേസ് കൊടുത്താൽ ഇപ്പോൾ ഒന്നും ആവാത്ത സിറ്റുവേഷൻ സംഭവിക്കുന്നത് വളരെ റെയർ ഓഫ് ദ റെയറസ്റ്റിലാണ്. ഓൾമോസ്റ്റ് എല്ലാ കേസിലും സ്ത്രീകളാണോ കേസ് കൊടുക്കുന്നത്, അവർക്കെതിരെയുള്ള അട്രോസിറ്റി ആണോ? കേരള പോലീസ് അത്യാവശ്യം മെനക്കെട്ട് ബന്ധ ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. പോലീസിൻ്റെ ഒരു പോയൊരു മുഖമുണ്ട്. ഇത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഫേസ് നിന്ന് അവരിങ്ങനത്തെ കേസുകൾ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസ് കേസ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാനിതിന് കേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഈ നെഗ് കമന്റ് ഈ സാധനം എന്തായിരുന്നു, കുറച്ചുകൂടി ക്രെഡിബിലിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു ഈ സാധനത്തിന്. ഇതായിരുന്നു എൻ്റെ പോയിന്റ്. ഫൈൻ. അപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അവിടുന്ന് ഇവിടുന്ന് കുറേ നെഗറ്റീവ് വന്നപ്പോൾ അപ്സ എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് വേറെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കാണാം. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു? ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറേ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമൻറ്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നു, അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുമോ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പഴം വിഴുങ്ങിയിരുന്നേന്ന് ചോദിക്കുമോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല.
നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കമൻറ്റ് ബോക്സ്. അപ്സ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ എന്താ? 2 പോയിന്റ് പറയാണ്. കേരളത്തിലെ ഈ ഒരു ടൈം പീരീഡിൽ ഒരു 1.5 വർഷത്തിനിടയിൽ സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിൽ വീഡിയോ എടുത്തിട്ട ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇല്ലേ? അവർക്ക് ആർക്കും ഇല്ലാത്തൊരു നെഗറ്റീവ് കമൻറ്റ് ബോക്സ്, അവർക്ക് ആർക്കും ഇല്ലാത്തൊരു തരം ബാക്ക്ലാഷും ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെൽഫ് ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? ആ വീഡിയോനകത്ത് അത് കൺവേ ആയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആരും ഇവരെന്നെ പറയുന്നുണ്ട് ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത വീഡിയോ ഇടണമായിരുന്നു ആ സമയത്ത്. എക്സാക്ട്ലി. അതായത് നിങ്ങൾ ഇട്ട വീഡിയോ നിങ്ങൾ കാണിച്ചതേ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാണിച്ചതിൽ ആളുകൾക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട്, ഓക്കെ, ഐ സെഡ് ഡൗട്ട് ഉള്ളതുകൊണ്ട് ആളുകൾ സംശയം ചോദിക്കും. രണ്ട് പോയിന്റ് പൊട്ട തെറ്റ് പോലെ എനിക്ക് തോന്നി. ഇവര് ആൾക്കാരോട് ചോദിക്കാം നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തിരുന്ന, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ കണ്ടിട്ടില്ല. അവര് ചോദ്യങ്ങൾ എന്തായാലും വരും. പിന്നെ വേറെ പറഞ്ഞ പോലെ റിയാക്ഷൻ ചാനലിനെ കുറിച്ച് പറയുന്നത്, റിയാക്ഷൻ ചാനലിൽ അവർ വേറെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ, കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലാതെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്സന്റെ ഈ കണ്ടന്റിന്റെ കാര്യം പറഞ്ഞു. അപ്സ ആദ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞ ഒരു ഇംഗ്ലീഷ് സാധനം എഴുതിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തു. അല്ല അതിന്റെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഇട്ടു അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരേ കണ്ടന്റ് വെച്ചുകൊണ്ട് തന്നെ പിന്നെ അതിന്റെ ഇംഗ്ലീഷ് എഴുതിയിട്ട് വേറെ സാധനം ഇട്ടു. അതേ അപ്സയോട് ആ ടൈമിൽ എല്ലാരും ചോദിച്ചിരുന്നു അത് എന്തിനാ നീ റീച്ചിനല്ലേ ചെയ്തത്? അല്ല അത് ഇംഗ്ലീഷിലൊക്കെ മലയാളത്തിലൊന്നും ഇംഗ്ലീഷിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണല്ലോ. അപ്പൊ അപ്സയ്ക്ക് ഇപ്പൊ തോന്നിയില്ലേ ബാക്കിയുള്ളവർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്? അപ്സയും കണ്ടന്റിന് വേണ്ടിയിട്ടാണല്ലോ ബാക്കിയുള്ളവർക്ക് തോന്നില്ലേ? കാരണം നിങ്ങൾ ഇട്ട് കൊടുത്ത വീഡിയോ, നിങ്ങൾ ഇട്ട നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കാണിച്ച വീഡിയോനകത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതോ നിങ്ങൾക്കൊരു കാണുന്നവർക്ക് നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുള്ള ഫീലിംഗ് ഇല്ലാത്തൊരു സാധനമാണ് നിങ്ങൾ ഇട്ടത്. അതിന് നിങ്ങൾ ഇനി എത്രയൊക്കെ വന്നിട്ട് ഇനി എന്ത് ന്യായീകരിച്ചാലും എനിക്ക് തോന്നുന്നില്ല. വേറെ പോയിന്റ് പറയാനുള്ള വെച്ചാൽ ഇപ്പൊ ഈ കുട്ടിക്ക് ആ സംഭവം ഉണ്ടായി, ആ കുട്ടി ആ സമയത്ത് കേസ് കൊടുത്തു, അത് കഴിഞ്ഞ് വന്ന് പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ വിശ്വാസയോഗ്യതയാണ്. പറഞ്ഞാലും മതി. ഈ വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നത് കാണിച്ചോട്ടെ, എന്നാലും ആ കേസ് ഇപ്പൊ ഒരാളൊരു കേസിന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ എങ്ങനെയുള്ള ഒരു കേസ് കൊടുക്കുമ്പോൾ അയ്യാ ധൈര്യപൂർവ്വം പോയി കേസ് കൊടുത്തു. സോ അതിന് കാരണം ഒരു കേസ് കൊടുക്കുമ്പോൾ ഈ കുട്ടി മാത്രമല്ല KSRTC ബസ് ആയതുകൊണ്ട് അതിലെ കണ്ടക്ടർ എന്താണ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കും. സോ അത് കുറച്ചുകൂടി വേറെ സാധനമാണ്. ഇനി അത് പോട്ടെ, ഇത്രത്തോളം ഇവർക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനം നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങളുടെ അമ്മ പെങ്ങന്മാരാണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അപ്സ് ഒരു കാര്യം ചോദിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. അമ്മ പെങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ നെഞ്ഞത്തേക്ക് മാത്രം കയറാൻ പാടും കമൻറ്റ് ബോക്സിൽ. ആണുങ്ങൾ മാത്രമാണോ അപ്സയ്ക്ക് ഇതേപോലെ കമൻറ്റ് ഇട്ട് പോയിട്ടുള്ളത്? മനസ്സിലായി? ആണുങ്ങൾ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അമ്മ പെങ്ങന്മാർ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല, നിങ്ങൾ ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി നിങ്ങൾ പറ. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയതും നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാലും സ്ത്രീകളുണ്ട്. മോസ്റ്റ് മെജോറിറ്റി സ്ത്രീകളാണ്. അപ്സ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഈ കമൻറ്റുകൾ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക, അതിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ വന്നിട്ടുള്ളത് കമൻറ്റുകളാണ്, പെണ്ണുങ്ങളുടെ കമൻറ്റുകളാണ്. ഓക്കെ, ഇനി ഇപ്പം ഈ ചോദിച്ചില്ലേ അമ്മ പെങ്ങന്മാർ ഡയലോഗ്, അപ്സ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. അപ്സയ്ക്ക് ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമായിരുന്നു എപ്പോൾ? അയാളുടെ മുഖം എക്സ്പോസ് ചെയ്തതിന് ശേഷം. വൈ? ബിക്കോസ് നാളെ ഈ അപ്സ പറയുന്ന ഏതെങ്കിലും ഒരു അനിയൻ്റെയോ ഏട്ടൻ്റെയോ അച്ഛൻ്റെയോ അമ്മയോ പെങ്ങളോ മകളോ അപ്സ ഇരുന്ന അതേ ബസ്സിലോ അല്ലെങ്കിൽ വേറൊരു ബസ്സിലോ കയറുമ്പോൾ അപ്സയെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാക്കിയ ഈ വ്യക്തി കയറി വീണ്ടും ആ കുട്ടിയെ ഈ അമ്മയോ പെങ്ങളെയോ മകളെയോ കംഫർട്ടബിൾ അല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്സയുടെ തലയിലെന്ന് ഞാൻ പറയും. കാരണം എന്താ, അപ്സയുടെ മുഖം എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വേറൊരു ബസ് കയറുമ്പോൾ എല്ലാവർക്കും ഈ വ്യക്തിയാണ് അത് എന്നുള്ളത് തിരിച്ചറിയാം. ഇപ്പൊ സവാദ് മസ്താനി എക്സ്പോസ് ചെയ്തു. അതുകൊണ്ട് എന്താ, സവാദ് വേറൊരു ബസ് കയറിയിട്ട് ഈ തെണ്ടിത്തരം കാണിച്ചപ്പോൾ സവാദിനെ വീണ്ടും നാട്ടുകാർ അടിച്ച് പഞ്ഞി കിട്ടു. പിന്നെ ഒരു ബസ് കയറിയപ്പോൾ ഓട്ടിച്ചു വിട്ടു. അപ്സയ്ക്ക് ആ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? നാട്ടുകാരോട് കമന്റ് ബോക്സിലുള്ളവരോട് പോയിട്ട് നിങ്ങൾക്ക് അമ്മമ്മമാരുണ്ടോ എന്ന് ചോദിക്കുന്ന റെസ്പോൺസിബിലിറ്റിയുടെ 100% അപ്സയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്സ അയാളുടെ മുഖം എക്സ്പോസ് ചെയ്യായിരുന്നല്ലോ. അത് അപ്സ ചെയ്തില്ല. ഓക്കെ, അതുകൊണ്ട് ആ അമ്മ പെങ്ങന്മാർ ഡയലോഗ് അടിച്ചു വരുമ്പോൾ അപ്സ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വയം ചെയ്ത കാര്യം, ചെയ്ത പ്രവൃത്തി നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തതിലും നാട്ടുകാർക്ക് ജെന്യുവിനായി സംശയം ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഇവിടെ ഉണ്ട്.
അല്ല ഈ കുട്ടി ശരിക്കും ആ വീഡിയോ ക്ലിപ്പ് ഇട്ടെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഒരു അവയർനെസ് അല്ലേ, എനിക്ക് ബസ്സിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, അപ്പോൾ പൊതുവുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള സാധനമാണല്ലോ കാണിച്ചത്. പക്ഷെ അത് കാണിക്കുമ്പോൾ കുറച്ച് വ്യക്തതയോടെ കാണിച്ച് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത സാധനം കൂടിയാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ റിയാക്ട് ഒന്നും കാണിക്കണ്ട, ഇയാളെ മുഖം എക്സ്പോസ് ചെയ്തു. സിമിലർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വേറെ സ്ത്രീകൾക്ക് ഇയാളിൽ നിന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ അവിടെ അബ്സ നന്മമരമായി. അവരുടെ ഫാമിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം അവരങ്ങനത്തെ ഫാമിലിനെ കുറിച്ച് എന്തിനു ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്? ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവൻ ആദ്യമായിട്ട് ചെയ്യുന്നവനാണെങ്കിലും നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? നിങ്ങൾക്കാണോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായേ? നിങ്ങൾക്ക് ചെയ്യാലോ, നിയമം നിങ്ങളെ കൂടെ ഉണ്ടല്ലോ. അവൻ്റെ എഗെയിൻ ഞാൻ പറയുന്നു, അബ്സ ഇട്ട വീഡിയോനകത്ത് ആളുകൾക്ക് ഡൗട്ട് വരുന്നത് ആ ക്ലിപ്പിനകത്ത് പ്രത്യക്ഷത്തിൽ ഒന്നും വിസിബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ആർക്കും ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് 99.9% ഇങ്ങനത്തെ ക്ലിപ്പുകൾ വരുമ്പോൾ അത് ഷെയർ ചെയ്ത് അതിലുള്ളവനെ അടിക്കണം, പൂശണം, തല്ലണം എന്ന് പറയുന്ന മലയാളി ഇതിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അബ്സ റീച്ചൊക്കെ ചെയ്യാൻ റെഡിയല്ല. അടുത്ത വീഡിയോ ഉണ്ടോ? ഹായ്, ഞാൻ അപ്സ കേറജി, നിങ്ങൾക്ക് അറിയായിരിക്കും. എടേ, ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. പിന്നെ പുരുഷ സംഘത്തിൻ്റെ മുതലാളി എൻ്റെ തലയ്ക്ക് 10,000 വില ഇട്ടിട്ടുണ്ട്. ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക്. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലറാക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാകുന്നു. ഞാൻ കുടുംബം തകർത്തെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കത്തരാന്ന്. നിങ്ങൾ എന്നെ പിഴയെന്ന് വിളിച്ചല്ലേ. ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അവർ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കേസിന് പോകുമോ ഇല്ലയോ? ആലോചിച്ച് നോക്ക്. അപ്പം അയാൾ എന്തായിരിക്കും പുറത്തു വരാത്തതെന്ന്. റിയാക്ഷൻ വീഡിയോ ഇട്ട ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസയുമില്ല. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരില്ലേ, പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടികൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാനാണോ അബ്സയ്ക്ക് ഇത്ര വലിയ ചൂട്? ഇതില് പറഞ്ഞാലും വേറൊരു കോൺട്രഡിക്ടറി പോയിന്റ് ഉണ്ട്. ആ വീഡിയോ എടുത്ത ആളുടെ കുടുംബക്കാരും പരിചയക്കാർക്കൊക്കെ അയാൾ അറിയണ്ടോ, സോ അയാൾക്ക് വന്ന് പറഞ്ഞുകൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അതൊക്കെ എന്ത് പറച്ചിലാണ് അതൊക്കെ? ആരെങ്കിലും വന്ന് പറയോ ഞാൻ അതല്ല, ഞാൻ ആളല്ല എന്നൊക്കെ? എന്താ പറഞ്ഞോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിക്കുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. അബ്സ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഓക്കെ, അയാൾ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ അയക്കില്ല. അയാൾക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ അയാൾക്ക് വന്നിട്ട് നിങ്ങൾ മുഖം മറച്ചാണ് ഇട്ട്, ഓക്കെ, നിങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ മുഖം മറച്ചിട്ടിട്ട് അയാൾ സെൽഫായിട്ട് വന്നിട്ട് ഞാനാണ് അബ്സ കേറജിയിലൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എടേ ബുദ്ധൂസുകളെ, അങ്ങനെ ഒരുത്തം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൂടുതൽ സംശയിക്കില്ല, അവനെ കൂടുതൽ സംശയിക്കുള്ളൂ. അബ്സ കേറജി ആദ്യം മനസ്സിലാക്കേണ്ടത് സംഗതി കയ്യിൽ നിന്ന് പോയി. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഐ റെസ്പെക്ട്, വി റെസ്പെക്ട്. ആ സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. വി റെസ്പെക്ട്. ആ സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു അവസ്ഥ ആളുകളിലേക്ക് എത്തിച്ച് ഇങ്ങനെ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഇനി നിങ്ങൾ ആർക്കും ഉണ്ടാവരുത് എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ച വീഡിയോ ക്ലിപ്പ് ബ്ലണ്ടറാണ്. നമ്പർ 1. നമ്പർ 2, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇനി ഇതാർക്കും സംഭവിക്കരുത്, ആരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകരുത് എന്നാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് കൃത്യമായിട്ട് കേസ് കൊടുക്കുക. ഇനിയിപ്പോൾ കേസ് കൊടുക്കാൻ ആരെങ്കിലും സഹായിക്കുമോ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി കേസ് കൊടുക്കാൻ സഹായിക്കണമെങ്കിൽ ഇനി അന്നത്തെ കണ്ടക്ടർ പോയി കാണണം. അങ്ങനെ പല സീനുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം വേണം അതിന്.
ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലുള്ള റിയാക്ഷൻ ചാനലുകളെല്ലാം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കാണ് പേഴ്സണലി താല്പര്യം വേണ്ടത്, നിങ്ങളാണ് സഫർ ചെയ്തത്, നിങ്ങളാണ് വിക്ടിം, നിങ്ങൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം. മനസ്സിലായോ? രണ്ടാമത്തെ കേസ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, അമ്മ പെങ്ങന്മാർക്ക് പറ്റിയ ഏട്ടന്മാർ ഇറങ്ങുമെന്നുള്ളത്. എൻ്റെ വീട്ടുകാർക്കാണ് പറ്റിയ. ഇപ്പോൾ ഇപ്പൊക്കാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും എന്താ സ്നേഹ സിറ്റുവേഷൻ എങ്ങനെയാന്ന് ചോദിക്കും. നേരെ അവളെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. കേസ് കൊടുത്തതിന് ശേഷം ആ ചെങ്ങായിനെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് അവനെ ചള്ള അടിച്ച് പൊട്ടിക്കും. ഇവിടെ കൊണ്ട് 10 കൊടുപ്പിക്കും. അത് എൻ്റെ ടേംസ്. അതിൻ്റെ മുകളിൽ വരുന്ന കേസ് ഞാൻ നോക്കും. അങ്ങനെ ഡീൽ ചെയ്യാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഡീൽ ചെയ്യിക്കും. അല്ലാതെ നാട്ടുകാരുടെ അടുത്ത് വന്നിട്ട് കേസ് കൊടുക്കാൻ സഹായിക്കുമോ എന്നുള്ള ചോദ്യം എന്തുവാണ് ഇത്? പിന്നെ ഈ ചെങ്ങായിന്റെ ഫേസ് ഇതിപ്പോ ആ വീഡിയോ കഴിഞ്ഞിട്ട് 2-3 വീഡിയോ പിന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഫേസ് റിവീൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അയാൾ സ്വയം വരണം, ഞാനാ നിങ്ങൾ റിവീൽ ചെയ്യുന്നു. നിങ്ങൾ റിവീൽ ചെയ്താൽ ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ മോശമായ പ്രവൃത്തി വേറെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എക്സ്പോസ് ആവുമല്ലോ. മനസ്സിലായില്ല? അപ്പൊ എക്സ്പോസ് ആവുമല്ലോ. അവിടെ അപ്സയുടെ പേടി എന്താ അറിയോ? അത് ഞാൻ റിവീൽ ചെയ്ത അപ്സയ്ക്കെതിരെ കേസ് വരുന്നു. അതായിരിക്കും പേടി. ഡെഫിനറ്റ്ലി അതായിരിക്കും പേടി. പിന്നെ ഈ ഒരു കണ്ടന്റ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്, ഞാൻ റിയാലിറ്റിയിൽ ഇറങ്ങിയിരുന്ന സംസാരിക്കുന്നത്. ഞാൻ പല കാര്യങ്ങൾ വരുമ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയും പ്രോഗ്രസീവായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കടക്കം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്കൊരു എലമെന്റ് ഓഫ് ഡൗട്ട് കിടക്കുകയാണ്. മനസ്സിലായോ? എനിക്ക് ഞാൻ ശരിക്കും കണ്ടപ്പോ ഇതിൽ വല്ലതും ഉണ്ടോ? കാരണം അതിന്റെ മുന്നുണ്ടായതോ പിന്നെ നമ്മൾക്ക് അറിയണില്ല. ആ ഒരു ക്ലിപ്പിൽ നമുക്കൊന്നും തോന്നണില്ല സത്യമായിട്ടും. നോർമൽ ആയിട്ട് ഒരാൾ ഇരിക്കുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. പിന്നെ അറിയണ പോലെ കൺജസ്റ്റഡ് സീറ്റ് ആവും അത്. ഇനി ആണുങ്ങളോടാണ് പറയാനുള്ളത്, ട്രോൾ ഇറങ്ങിയിട്ട് കണ്ടില്ലേ? കാർഡ്ബോർഡ് നല്ല നമ്മൾ എവിടെയാണ് ഇപ്പൊ ഒരു ബസ്സിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുക. അപ്പം ഞാനൊക്കെ സ്നേഹം പോകണുണ്ട്, ഞാനൊക്കെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടാ പോവുക. കണ്ടിട്ടുണ്ടോ? ഓക്കോടായിട്ടാണ് നമ്മൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ആരെ മേത്ത് കൊണ്ടായി എപ്പോൾ ഇത് പറയുന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണ് വിഷയം. അത് ഭയങ്കര സീനാണിത്. ഇത് നമ്മൾ ഭയങ്കര വിഷയമാണത്. കാരണം എന്ത് സെൻസിൽ അവരെടുക്കുക. ഈ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ട്. ഒരാൾക്ക് പോലും അനുഭവം. ഇപ്പൊ 100-ൽ ഒരു 90% ആൾക്കാർക്ക് ബസ്സിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. മോളെ പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആണുങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടാവുന്നുണ്ട്. പെണ്ണുങ്ങൾ ആയ നിങ്ങൾക്ക് ഇത് അറ്റ്ലീസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് പറയുമ്പോൾ 10 ആണുങ്ങളെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാണ് വന്നിട്ട് ഇന്നെ തോണ്ടി പിടിച്ചു പറഞ്ഞാൽ മറ്റേ പേരും വിളിച്ചു ആണുങ്ങൾക്കും ഈ വിഷയമുണ്ട്. അപ്പൊ അപ്സ കെ റെജീൻ്റെ സീനിൽ അപ്സ കെ റെജി ഇട്ട വീഡിയോനകത്ത് ആളുകൾക്ക് എന്തോ ജെന്യൂൻ ആയിട്ടുള്ള ഒന്നും അതിനകത്ത് ഫീൽ ചെയ്തില്ല. ജെന്യൂനിറ്റി ഫീൽ ചെയ്ത് അത് അപ്സ ഒന്നില്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇംഗ്ലീഷിൽ എഴുതി പോസ്റ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ വീഡിയോനകത്ത് എടുത്ത സമയത്ത് ഇൻറ്റൻഷനലി അതായത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി വീഡിയോ തെളിവ് എടുത്ത് വെക്കാന്ന് വിചാരിച്ച് എടുക്കുന്ന സമയത്ത് അയാളെ ഭാഗത്തുനിന്നൊന്നും വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാണുന്നവർക്ക് വിഷ്വലി ഇതിനകത്ത് ഇത് ഈ കുട്ടി അൺകംഫർട്ടബിൾ ആവാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്നുള്ള തോന്നൽ വരുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പ് നിങ്ങളെ ഭാഗത്തുനിന്ന് വെച്ചു. അത് മാത്രമല്ല അയാളെ ഫേസും ബ്ലർ ചെയ്തു. ഇതാണ് സംഗതി. പിന്നെ വേറെ കാര്യം, പിന്നെ അസോസിയേഷന്റെ കാര്യം, അത് പിന്നെ നമ്മൾ മൈൻഡ് അടിക്കണ്ടേ? അത് പിന്നെ തൂക്കി മറ്റേ മാലടിക്കലും ഓരോന്നും പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. വട്ടിയൂർക്കാവിനെ കുറിച്ച് ഒന്നും പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഔട്ട്. തന്തയില്ലാത്തവൻ ഞാൻ അവനെ പറയില്ല. ഞാൻ അവനെ തന്തയില്ലാത്തതെന്ന് പറയില്ല. മൾട്ടിപ്പിൾ ഡാഡി ഉള്ളവർ എന്നെ ഞാൻ വട്ടിയൂർക്കാവിനെ പറയൂ. മനസ്സിലായോ? മെൻസ് അസോസിയേഷന്റെ വട്ടിയൂർക്കാവ് ഐക്മാൻ ആ പരമാറി ചെറ്റ ഇങ്ങനത്തെ എന്താ വിസിബിലിറ്റി കൂടിയ കുറച്ച് റീച്ച് കൂടിയ കേസുകൾ കാണുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും കേസ് കൊടുക്കാനും ബാക്കി പരിപാടികൾക്കും. സവാദിന് മാലട്ട ചെറ്റ എ ക്ലാസ് നാറി. ആണുങ്ങളെ പേരിൽ ആണുങ്ങളെ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ണ് കണ്ടോടുന്ന് പൈസയും പിരിച്ച് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ കൊല്ലാൻ നടക്കണ എ ക്ലാസ് ഫുണ്ട. ഓനൊന്നും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. ബാക്കി ഓനെ വെച്ചിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഓനെ കൂടി എന്ത് ചെയ്യരുത്. ഞാനൊക്കെ കണ്ടന്റ് ചെയ്തിട്ട് ഞാനൊക്കെ ഇപ്പൊ അതിൽ ഖേദിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ ചേറ്റയ്ക്ക് നമ്മൾ വിസിബിലിറ്റി കൊടുക്കാൻ പാടില്ല. പരമാറി സൈസ് തെണ്ടിയാണ് ഓനൊക്കെ. ഓനൊക്കെ ഉള്ള ആണുങ്ങളും വില കളയാൻ നടക്കണം. വെറും തേർഡ് റേറ്റ് പറയിൻ്റെ വല്ല പച്ചത്തെറിയണം അതിനെ കുറിച്ചൊക്കെ വരുന്നത്. മിണ്ടാതിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഓക്കെ ഗൈസ്.